മാമാവിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നത്. അവിടെ കുറച്ച് ഡിഗ്രി പഠിക്കാൻ മാമാവിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നത്. അവിടെ കുറച്ച് ഡിഗ്രി പഠിക്കാൻ ഇതുപോലെ എന്തൊക്കെയാണ് ഈ മാമാങ്കം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താവും അല്ല മാമാങ്കം എന്നൊരു വാക്കുണ്ട് ആ വാക്കിന്റെ അർത്ഥം എന്താ മനസ്സിലായത് പിന്നെ പിള്ളേര് പഠിപ്പിക്കുകയല്ലേ വില്യം ലോ ഇവരൊക്കെയാണ് മലബാറിന്റെ ചരിത്രത്തിൽ കൂടുതലായിട്ട് എഴുതിയിട്ടുള്ള ചരിത്രകാരൻ. ഈ മാഘ മാസം ശകവർഷ കലണ്ടർ പൊതുവെ ഇന്ത്യ ഈ കാലഘട്ടം പഴയ കാലത്ത് നമ്മൾ നിങ്ങളൊക്കെ ജ്യോതിഷത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ചിലപ്പോഴൊക്കെ ഇത്രയും അകലുള്ളൊരു ഗ്രഹം ജീവിതത്തെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഏതോ നമ്മൾ ഇന്നത്തെ ഒക്കെ സയൻസിൽ നിങ്ങൾ പോളിടെക്നിക്കൊക്കെ ആയതുകൊണ്ട് പല ഇക്വേഷൻസൊക്കെ എക്സ് വൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറയും. പഴയ കാലത്ത് ആളുകൾ പ്രകൃതിയൊക്കെ നല്ല ഭാവനയുള്ള ആളുകൾ ഒരു സാഹിത്യ ഭാഷയിൽ കാര്യം ചെയ്യുന്നവരൊക്കെ ഒരു കണക്കുകൾക്ക് വേണ്ടി അവർ കണ്ടെത്തിയ ഗണന ഈ ഓരോ ഗ്രഹങ്ങളെ അതായത് വ്യാഴം 12 വർഷം കൊണ്ടാണ് കാലഘട്ടം. അപ്പൊ ഇവിടെ കള്ളി വരച്ച് ശുക്രൻ സമയം വരുന്നത് ഇത്ര വയസ്സായി കണക്കാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കാലത്ത് ഗണിക്കാൻ വേണ്ടിയിട്ട് ഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നത് അതിന്റെ എക്സ്ട്രൈവ് ഉപയോഗിക്കുന്നത് അതുപോലെ ഗ്രഹങ്ങളുടെ പേര് ഗ്രഹങ്ങൾ ഉപയോഗിക്കുകയാണ്. ഈ 12 കൊല്ലം ഒരു സൈക്കിളായിട്ട് ഈ വ്യാഴം വരുന്നത് നമുക്ക് നക്ഷത്രത്തെ കാണാം. അത് കണക്ക് വരും. അതുകൊണ്ട് പല കാര്യങ്ങളും പ്രധാനപ്പെട്ടത് നമുക്ക് ഈ 12 കൊല്ലം. ഇവിടെ നമുക്ക് ഭാരതത്തില് പ്രധാനപ്പെട്ട നദികളെയൊക്കെ പ്രകൃതിയെ ആരാധിച്ചിരുന്ന ഒരു സംസ്കൃതിയാണ്. പ്രകൃതിയിൽ നിന്നാണ് നമ്മളുണ്ടായത്. നമ്മൾ ചെന്ന് ചേരുന്നതും പ്രകൃതിയിൽ തന്നെയാണ്. നമ്മൾ പ്രകൃതിയുടെ ഭാഗവുമാണ്. അപ്പൊ പ്രകൃതിയിലെ ചില സ്മരണ നമ്മളെ കയ്യിലുണ്ടാകും. പ്രകൃതി ശുദ്ധമായിട്ടിരുന്നാലേ നമുക്ക് ശുദ്ധമായിട്ടിരിക്കും. പുതിയ സയൻസിലേക്ക് നമ്മൾ പഠിക്കും ജീവന്റെ ഉത്ഭവം ജലത്തിലാണ്. നമ്മുടെ ശരീരത്തിൽ 60-70% ജലമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ജലമാണ്. കടലായിട്ട് മാത്രമല്ല അന്തരീക്ഷത്തിലെ ഓരോ കണങ്ങളിലും ജലത്തിന്റെ. അതുകൊണ്ട് ഈ ജലത്തിന് നമുക്ക് ഭക്ഷണത്തിലേക്ക് ആഗ്രഹിക്കണം. വെള്ളത്തിലേക്ക് ജലത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. കാരണം ജീവനിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പുറത്ത് സ്ഥലം ജലത്തിലാണ്. അതുകൊണ്ട് നദിയെ ആ ജലത്തിന്റെ സ്രോതസ്സായിട്ടുള്ള നദിയെ പഴയ കാലത്ത് ഒരിച്ച് ആ സ്മാരതയെ നമ്മൾ അപ്പൊ അങ്ങനെ 3 തരത്തിൽ മാഘമേളകൾ, കുംഭമേളകൾ, ഉത്തരമേളകൾ 3 തരത്തിൽ എല്ലാ നദികളിലും നടക്കും. കുംഭമേള നടക്കുന്നത് പ്രധാനമായിട്ട് 4 സ്ഥലങ്ങളിൽ. പ്രയാഗ്രാജ് എന്ന് പറയുന്നത് കൂടിച്ചേരുന്നതാണ്. 2 നദികൾ ചേർന്ന് അതിനെ ഒരു പ്രയാഗ്രാജ് പിന്നെ ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് എല്ലാ പ്രധാനപ്പെട്ട നദികളിലും ഉത്തരമേളകൾ നടക്കും. ആ തീർത്ഥത്തെ കൂടുതൽ പുഷ്കരമാണ്. അതിനാൽ ശുദ്ധിയാണ്. മാഘമാസം ആ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കലണ്ടർ അനുസരിച്ച് പൗർണമി ഏത് നക്ഷത്രത്തിൽ വരുന്നോ അതിനാണ് ആ
ആ നക്ഷത്രത്തിന്റെ പേരായിരിക്കും മാസം. പഴയ കാലത്ത് മാഘമാസത്തിലെ പൗർണമി വന്നിട്ടാണ് മകം. മകത്തിന്റെ സംസ്കൃത വാക്കാണ് മാഘം. പൂയത്തിന്റെ സംസ്കൃത വാക്കാണ് പുഷ്യം. അപ്പൊ പൗഷ പൗർണമി, പൗഷം കഴിഞ്ഞിട്ടാണ് മാഘം. ഈ മാഘം എന്ന് പറയുന്നത് മകം എന്നുള്ള വാക്ക് തന്നെയാണ്. ഇത് പൗർണമി. ഈ പൗർണമി മറ്റൊരു കാര്യങ്ങളൊക്കെ കുറച്ച് നീണ്ടുപോയി. വിഷു. വിഷു എന്ന് പറഞ്ഞാൽ സൂര്യൻ ഭൂമിയുടെ ഒത്ത നടുക്ക് വരുന്ന ദിവസം വിഷു എന്ന് പറയും. ഇന്ന് യഥാർത്ഥത്തിൽ വിഷു വരുന്നത് 10-15 ദിവസമാണ് അവസാനമായിട്ട്. ആഘോഷം കൊണ്ടുപോകുന്നതിന് നടക്കുന്നില്ല. അപ്പൊ അതുപോലെ ചെറിയ വ്യത്യാസം. ഇതിപ്പോ മകം വരുന്നത് പൗർണമി കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിഞ്ഞ. അപ്പൊ പഴയ കാലത്ത് ഇത് മഹാമാഘം, മഹാമകം മലയാളത്തിൽ ഈ 2 വാക്ക് പറഞ്ഞു. ഇതിന് ആവർത്തിച്ച് പറഞ്ഞാൽ മഹാമാസം അല്ലെങ്കിൽ മഹാമാസം, ഈ 2 വാക്ക് ആവർത്തിച്ച് പറഞ്ഞാൽ മാമാങ്കമായി. ഋഷിനാഗക്കുളം എന്നുള്ളതായിട്ട് എറണാകുളത്തിന്റെ പഴയ ആളുകൾ പറഞ്ഞു എറണാകുളം. തൃശ്ശിവപേരൂർ ആയിരുന്നു തൃശ്ശൂരിന്റെ പഴയ പേര്. അത് പറഞ്ഞ് തൃശ്ശൂരായി. ഇതുപോലെ മഹാമാഘം അല്ലെങ്കിൽ മഹാമാഘം ഇത് പറഞ്ഞ് ആയതാണ് മഹാമാഘം. അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അംഗവുമായി ആ വാക്കിന് അങ്ങനെ വാക്കുകൾ ഉണ്ടാക്കുന്നതിന്റെ ഓരോ ഇതുണ്ട്. പടിഞ്ഞാറ് എന്ന് നമ്മൾ പറയും. എന്താ പടിഞ്ഞാറ്? എന്തുകൊണ്ടാ പടിഞ്ഞാറ് ദിശ പറയണോ? വേറെ എന്തെങ്കിലും പറഞ്ഞു. ഞായർ പടിയുന്ന ഇടമാണ് പടി. ഞായർ സൂര്യൻ, ഞായർ പടിയുന്ന ഇടമാണ് പടി. അങ്ങനെയാണ് വാക്കുകൾ. ഈ മാമാങ്കം എന്ന് പറയുന്നത് ഈ മഹാമാസം പറഞ്ഞു ലോപിച്ചുണ്ടാകുന്ന വാക്ക്. അപ്പൊ അതിന് ഇപ്പോഴത്തെ അനുഭവമായിട്ട് ഒരു പറഞ്ഞു. മലയാളത്തെ പറയണ പോലെ മലയാളം എല്ലാവർക്കും മലയാളം പറയണോ? ഇതെന്താ മലയാളം പറയുന്നത്? പഴയ മലയാളത്തിൽ മലയ്ക്ക് പറയുന്ന പേരാണ് വരാവര. താഴ്വരാന്ന് വരയുടെ താഴ്. അപ്പൊ ആ മലയിലെ ആളാണ് വരയാറ്. ഇങ്ങനെയാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. നമ്മൾ കാര്യത്തിനെ പഠിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വാക്കുകൾ എങ്ങനെ ഉണ്ടായി പഠിച്ചാൽ നമുക്ക് പകുതി കാര്യങ്ങൾ. മാമാങ്കം. അപ്പൊ ഈ മാമാങ്കം എന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും എന്ന് തുടങ്ങുന്നു കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഓരോ കാലം മുമ്പ് അതുണ്ട്. അതിന് ഒരു ഐതിഹ്യം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് കഥയുണ്ടാവും. ആ കഥ എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ കഥകളും ഒരു ആശയത്തെ ചൂണ്ടിക്കാട്ടും. ഒരു ആശയം പറഞ്ഞു കഥാരൂപത്തിലാണ് പറഞ്ഞു. കാരണം നമുക്ക് എസ്സെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും, കാണാൻ പഠിച്ചാൽ പുറത്ത് വയ്ക്കാൻ പറ്റും. ഒരു കഥയായിട്ട് പറഞ്ഞാലോ ഓർമ്മ വയ്ക്കാൻ പറ്റും. ഇപ്പൊ രാമായണം കഥ ഇതെല്ലാം ഏകദേശമൊക്കെ അറിയാലോ, വായിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒക്കെ ആയിട്ട്. അപ്പൊ അതിനെ ഒരു എസ്സേ ആയിട്ട് പറഞ്ഞാൽ ദശരഥൻ എന്ന് പറയുന്ന രാജാവ് കഥയിൽ പറയാം 10 സ്ഥലത്തേക്ക് തേർ ഓടിക്കാൻ കഴിയുന്ന ആളാണ്. 10 രീതിയിൽ കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട്, വടക്കോട്ട്, തെക്കോട്ട്, ഇതിന്റെ 4ന്റെ ഇടയ്ക്കോട്ട്, മുകളിലോട്ട്, താഴോട്ട്. അപ്പൊ ഇതിന്റെ ആശയം 10 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. 10 ജ്ഞാനേന്ദ്രിയങ്ങൾ, 10 കർമ്മേന്ദ്രിയങ്ങൾ, 2, 3, 4 എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ, കൈ കാല് എന്നൊക്കെ പറയുന്ന കർമ്മേന്ദ്രിയങ്ങൾ. ഈ 10 ഇന്ദ്രിയങ്ങളെയും സ്വന്തം നിയന്ത്രണത്തിലാക്കിയിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് അങ്ങനെ പറ്റിയ നിങ്ങൾ വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നിങ്ങൾ കാണാൻ പാടില്ല. നിങ്ങൾക്ക് നല്ലത് വരുത്താത്തതൊന്നും നിങ്ങൾ കാണാൻ പാടില്ല. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത നല്ലതല്ലാത്തതൊന്നും നിങ്ങൾ വായിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. നിങ്ങൾ അറിയാത്ത, നിങ്ങൾ ആഗ്രഹിക്കാത്ത ചിന്തകളൊന്നും, നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചിന്തകളൊന്നും നിങ്ങളുടെ ഉള്ളിൽ കാണാൻ പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ ദശരഥനായി. ഈ ദശരഥന്റെ മനസ്സ് അയോധ്യയായി. അവിടെ യുദ്ധമൊന്നും ഉണ്ടാവും, ശാന്തമായി. അങ്ങനെ ശാന്തമായ ഒരു മനസ്സിലാണ് ബോധം ഉണ്ടാവുന്നത്. ഈ ബോധത്തിന്റെ പേരാണ് ഈ ബോധം ഉണ്ടായ ബോധത്തിന് പ്രത്യേകം പറയുന്നത്
ബോധത്തിന്റെ കൂടെ മനസ്സ് വേണം. മനസ്സോണ്ടാവും എന്ത് ചെയ്യുമ്പോഴും മനസ്സിൽ തോന്നാറില്ല. മനസ്സ് പ്രകൃതിയിൽ നിന്നത്, അതുകൊണ്ട് മണ്ണിൽ നിന്ന് സീതരെ ഈ മനസ്സിനൊരു കുഴപ്പമില്ല. എന്താ ആവശ്യമില്ലാതെ അല്ലേ? അപ്പൊ അങ്ങനെ ഈ ദശരഥന്റെ നേരെ വിപരീതമാണ് രാവണൻ. ദശരഥന് 10 ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്താനാ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ രാവണന് 10 ഇന്ദ്രിയങ്ങളെയും ഉപയോഗിക്കുമ്പോൾ 10 അങ്ങനെയാണ് രാവണന്റെ കാര്യം. കാരണം രാവണന് മോശക്കാരനൊന്നുമല്ല, മഹാപണ്ഡിതനാണ്, വലിയ വൃദ്ധനാണ്. ആയുർവേദത്തിലെ പല ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് രാവണനാണ്. പക്ഷെ രാവണൻ അത്ര അറിവുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലല്ല. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ തടവറയിലേക്ക് മനസ്സിലാക്കി അങ്ങനെ പോയി കഴിഞ്ഞാൽ ദുഃഖമാണ്. എന്നാലും നമ്മൾ ബോധമാണ്, ബോധത്തിന്റെ കൂടെ ഇരിക്കുന്നതാണെന്ന് പറഞ്ഞ് നമുക്ക് ബോധം ഉണ്ടായാൽ ആ ബോധം എപ്പോഴും നമ്മൾ ബോധം കൊണ്ട് ചിന്തിക്കും. ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ചാൽ ആ ബോധം കൊണ്ട് നമുക്ക് ഈ രാവണനെ കൊല്ലാം. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാജ്യമാകുന്ന ഈ ക്ഷേത്രം എന്ന് പറയുന്നത്, ക്ഷേത്രം എന്ന് പറയുന്നത് ഒരർത്ഥം ഭൂമിയാണ്, ഒരർത്ഥം ശരീരം. ഇതിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടാണ് നമുക്ക് കൂടുതൽ ക്ഷേത്രം. അപ്പൊ ഇതിനെ നമുക്ക് ഭരിക്കാം, ഭൂമിയെ ഭരിക്കാം ധർമ്മത്തിന്റെ അടിസ്ഥാനം. ഈ മനസ്സ് ആഗ്രഹത്തിൽ നിന്നൊക്കെ മുക്തമായിട്ട് രാമനോട് ബോധമായിട്ട് എന്നാൽ നിങ്ങൾക്ക് ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ ഈ ധർമ്മരംഗത്ത് നിന്ന് പിൻവാങ്ങി നിങ്ങൾ അവർക്ക് ബാക്കിയുള്ളവരെ ഇവിടെ കാലത്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് മക്കളായാൽ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ മക്കളെ ഏൽപ്പിച്ച് മാനപ്രസവത്തിന് പോകണം, തീർത്ഥാടനത്തെ പോകണം, പഴയ കാലത്ത് പറയും. അതുപോലെ അപ്പോൾ പിന്നെ മനസ്സിന്റെ ആവശ്യം, മനസ്സിനെ വിട്ട് മാനപ്രസവത്തിലേക്ക് സന്യാസത്തിലേക്ക്. ഇതാണ് എസ് ആയിട്ട് പറഞ്ഞത്. എസ് ആയിട്ട് പറഞ്ഞ ഓർമ്മ അതിനെ മനോഹരമായിട്ട് താത്തി നോക്കലും തത്വവിചാരത്തിന്റെ. അതുപോലെ ഇവിടെ ഇതിനെ കുറിച്ച് പറയുന്ന തത്വവിചാരം, മാനത്തെ കുറിച്ച് പറയും, കുംഭമേളകളെ കുറിച്ച് പറയുന്ന തത്വവിചാരം അമൃതിന് വേണ്ടി ദേവാസുരന്മാരുടെ യുദ്ധമായി. ആ യുദ്ധത്തില് അസുരന്മാരുടെ കയ്യിൽ അമൃത് പെടാതിരിക്കാൻ വേണ്ടി ദേവൻ പറഞ്ഞു നടന്നു. അസുരന്മാർക്ക് വന്നിടാൻ പറ്റാത്ത 4 തീർത്ഥസ്നാനങ്ങളിൽ അമൃത് ഇറക്കി വെച്ച് വിശ്വസിച്ചു. അപ്പൊ അമൃതിന്റെ സാന്നിധ്യം ആ നദികളിൽ ഉണ്ടായി. വ്യാഴത്തിന്റെ ഒപ്പമാണ് ദേവൻ സഞ്ചരിച്ചത്. 12 വർഷം കഴിഞ്ഞിട്ട് വ്യാഴം വരുമ്പോൾ അവിടെ അമൃതിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് കുംഭമേളയുടെ വിശേഷം. ഇവിടുത്തെ മാഘമേളയുടെ വിശേഷം, മാഘത്തിനാണ് ഇവിടെ ബ്രഹ്മദേവൻ യാഗം നടത്തിയത്. ഈ ലോകത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ യാഗം നടത്തിയത്. ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ സൃഷ്ടിയും ബ്രഹ്മദേവൻ. ബ്രഹ്മദേവനാണ് ബ്രഹ്മദേവൻ യാഗം നടത്തിയ സമയമാണ്. ആ സമയത്ത് ഭാരതത്തിലെ മുഴുവൻ തീർത്ഥങ്ങളുടെ സാന്നിധ്യം. അപ്പൊ ഓരോ മാസത്തിൽ ഇവിടെ ഈ അനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുത്താൽ ആ തീർത്ഥങ്ങളിലൊക്കെ അവരവരുടെ ജീവിതത്തിൽ എന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാഘ മഹോത്സവം. അപ്പൊ ആ മാഘ മഹോത്സവ കാലത്ത് ഇന്നത്തെ പോലെ ഫോണില്ല, ബസ്സില്ല, ഒന്നുമില്ല. എല്ലാം രാശിയൊക്കെ നോക്കിയിട്ടാണ് നടക്കുന്നത്. ഒരു ഗുരുവിന്റെ അടുത്ത് പഠിച്ചു. ആ ഗുരുവിനെ പിന്നെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല, അദ്ദേഹം എവിടെയും പോയിട്ടുണ്ടോ. അപ്പൊ നമുക്കൊരു കാര്യത്തെ കുറിച്ച് അറിയണം. അതിൽ ഒരാൾ നല്ല അറിവുള്ള ഒരാളുണ്ടെന്ന് അറിയാം, പക്ഷെ അയാളെ എവിടെ കാണുന്നറിയില്ല. കൂടെ പഠിച്ചിരുന്ന ആളുകളെ എവിടെ കാണുന്നറിയില്ല. ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടിച്ചേർന്നിരുന്ന ധാർമ്മികമായിട്ടുള്ള സമ്മേളനങ്ങളാണ് മാഘമേളകൾ. വിദ്വാന്മാരായിട്ടുള്ള ആളുകൾ, പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പഴയ പുസ്തകങ്ങളിലൊക്കെ, ശാസ്ത്ര പുസ്തകങ്ങളിലൊക്കെ കാണാം. ഇത് ഇന്ന ആണ്ടിൽ നടന്ന മാഘത്തിൽ ഇന്നാവായ മാസത്തിൽ അവതരിപ്പിച്ച് അംഗീകരിച്ചു. ആ അംഗീകാരം നമ്മുടെ അക്കാഡമിക് കോൺഫറൻസ് ആണ്. അപ്പൊ അതുപോലെ ആ ശാസ്ത്ര വിചാരവും വിദ്വത്വിചാരവും ഒക്കെ ചെയ്തിരുന്ന സദസ്സുകളാണ് ഈ മാഘമേള. അങ്ങനെ പഴയ കാലത്ത് ഇതൊക്കെ കുറച്ച് ജനങ്ങളിൽ എല്ലാവരും ഒരേപോലെയൊക്കെ ജീവിക്കുന്നു, ആളുകൾ കൂടി വന്നു
വികസിച്ചു വന്നു. അപ്പോൾ രാജ്യം ഭരിക്കാനായിട്ട് ഒരാൾ വേണം. അപ്പൊ അങ്ങനെയുള്ള ആളെ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ മാസത്തിലാണ്. 12 വർഷം കൂടുമ്പോഴുള്ള മാസത്തിൽ പുതിയ കേരള ചക്രവർത്തിയെ തെരഞ്ഞെടുക്കും. അദ്ദേഹം അടുത്ത 12 കൊല്ലത്തെ മാസങ്ങൾ അത് കഴിഞ്ഞാൽ അദ്ദേഹം പുതിയ ചക്രവർത്തിയെ തെരഞ്ഞെടുക്കും. ജനാധിപത്യം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതല്ല. അവിടെ പെരുമാക്കന്മാര് ആ അവസാനത്തെ പെരുമാൾ ചേരമാൻ പെരുമാൾ എന്ന് പറയും. അദ്ദേഹം വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹം ഉടലോടുകൂടി കൈലാസത്തിലേക്ക് ചേരമാൻ പെരുമാൾ നായനാഥനാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്നാണ് അദ്ദേഹം കൈലാസാരോഹണം ചെയ്തത്. എല്ലാ വർഷവും അതിന്റെ ചടങ്ങുകൾ തമിഴ്നാട്ടുകാരാണ് ഈ കൂടുതൽ ശിവഭക്തരായിട്ടുള്ള ആളുകൾ. അതെല്ലാ വർഷവും അവിടെ അതിന്റെ കാര്യങ്ങൾ ആഘോഷിക്കും. തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ 63 നായനാന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഈ സുന്ദരമൂർത്തി നായനാരുടെ ചേരമാൻ പെരുമാൾ നായനാരുടെ വിഗ്രഹങ്ങളാണ്. അദ്ദേഹം കൈലാസാരോഹണം ചെയ്തത് പിന്നീട് വന്ന് പെരുമ്പടപ്പ് ഇന്ന് കൊച്ചി രാജാവ് പെരുമ്പടപ്പ് പിന്നീട് വന്ന് പെരുമ്പടപ്പ് ചെറുപ്പത്തിന്റെ പ്രതിനിധിയായിട്ട് വള്ളുവനാടാണ്. ഈ വള്ളുവനാതിരിയെ ആക്രമിച്ച് ഈ സ്ഥാനം പിടിച്ചെടുക്കുകയായിരുന്നു സാമൂതിരി. അപ്പൊ അതിനുശേഷം വള്ളുവനാതിരി സാമൂതിരിപ്പാടും തമ്മിലുള്ള യുദ്ധവും തുടർന്നാണ് ഓരോ സമയം. അപ്പൊ നമ്മൾ തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ടപ്പുറം നടക്കുന്നുണ്ട്. വെടിക്കെട്ടപ്പുറമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയാൻ പറ്റും. തൃശ്ശൂർ പൂരം പറയാം. തൃശ്ശൂർ പൂരത്തിന് പൂരത്തിനുള്ള പൂരത്തിന് പോയിട്ടല്ല, പൂരത്തിന് വലിയ പൂര എക്സിബിഷൻ നടക്കാറ്. എക്സിബിഷൻ ആണോ തൃശ്ശൂർ പൂരം? എക്സിബിഷനും അല്ല തൃശ്ശൂർ പൂരം, വെടിക്കെട്ടപ്പുറവും അല്ല. തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വെടിക്കെട്ടപ്പുറം ഉണ്ടാവാം, എക്സിബിഷനും അവിടെ നടക്കാം, അല്ലെങ്കിൽ വിൽപ്പന വ്യാപാരം ഒക്കെ അവിടെ നടക്കാം. അപ്പൊ അതുപോലെ ഇവിടെ മാഘമേള എന്ന് പറയുന്നത് പഴയ കാലത്തെ വിദ്വാന്മാര്, സന്യാസിമാര്, അങ്ങനെയുള്ള എല്ലാവരും ഒത്തുചേർന്നിരുന്ന അതിന്റെ ധാർമ്മിക വിചാരങ്ങൾ ചെയ്തിരുന്ന ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം, അടുത്ത വർഷം വരെ ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം, ചില കാര്യങ്ങളുണ്ടായി. ആ കാര്യത്തിൽ എങ്ങനെയാണ് ധർമ്മം അനുസരിച്ച് തീരുമാനം എന്നൊക്കെ പണ്ഡിതന്മാർ ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന സ്ഥലമാണ് മാഘമേള. അത് പിന്നെ ബ്രിട്ടീഷുകാർ നിർത്തലാണ്. കൃത്യം പറഞ്ഞാൽ 270 കൊല്ലം മുമ്പാണ് അവസാനത്തെ മാഘമേളയുടെ രേഖ. അത് നിർത്തലാക്കി. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം പല കാലഘട്ടങ്ങളിലും ഇതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ചില ശ്രമങ്ങളൊക്കെ നടന്നു. 2016 തൊട്ട് ഇവിടെ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇവിടെ ചരിത്ര സ്മാരകങ്ങൾ എന്ന് കാണിച്ചിരിക്കുന്ന പലതും ചരിത്ര സ്മാരകങ്ങളാണ്. ഇവിടെ നിലപാടുകളാണ് എഴുതി വെച്ചിട്ടുണ്ട്. കോൺഗ്രസ് തോട്ടുന്നതിൽ സാമൂതിരിപ്പാട് നിലപാട് നിന്നിരുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ മഹാമകം അല്ലെങ്കിൽ മാമാങ്കം നടക്കുന്നത് ഇവിടെ മണപ്പുറത്താണ്. ഈ മണപ്പുറത്ത് നടക്കുന്ന കാര്യത്തിന് അവിടെ പോയിട്ട് നിലപാട് നിർത്തുള്ളൂ. അത് തളി ക്ഷേത്രമായിരുന്നു. പിന്നെ ഈ മാമാങ്കത്തിൽ മരിച്ച ആളുകളെ ചവിട്ടി താത്തിയിരുന്നു എന്ന് പറയുന്ന കിണറാണ് ഇവിടെ ഒരു കിണർ. അവിടെ ഭാരതത്തിലെ സംസ്കൃതി അനുസരിച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശത്രുക്കളുടെ മൃതദേഹത്തോട് പോലും വളരെ ആദരവാണ്. ഇവിടെ അവിടെയാണ് അവിടെ ശവസംസ്കാരം ചെയ്തത്. ഈ സ്ഥലം തലക്കുളത്തൂർ ഭട്ടതിരി മാന നിരീക്ഷണം നടത്തിയിരുന്ന കിണറാണ്. നമുക്ക് കിണറ്റിന്റെ ഉള്ളിൽ അറിഞ്ഞിരുന്നാൽ പകരം നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ മാന നിരീക്ഷണത്തിന് വേണ്ടി അതിനെ കുറിച്ച് കണ്ടതാണ് ഇനി ചാവല സ്മാരകം എന്ന് പറഞ്ഞിട്ട് ചാവലുകളെ ചവിട്ടാത്തി എന്ന് പറയുന്ന ചെലവായിട്ട് കാണുന്നു. മൂന്നാമത് ഇവിടെ മരുന്നറാന്ന് പറഞ്ഞിട്ടൊരു സ്മാരകം. അന്നിപ്പോ മരുന്ന് അറിയില്ലായി വളർത്തുന്ന നമുക്ക് ആവശ്യത്തിന് മരുന്നുണ്ട്. ഇനി വെടിമരുന്നാണെങ്കിൽ അന്നത്തെ കാലത്ത് വെടിമരുന്ന് വന്നിട്ടില്ല. ഇത് മുനിയറകളാണ്. പഴയ ശിലായുഗ കാലത്ത് സന്യാസിമാര് ഗുഹകൾ പോലെ, ഗുഹകളില്ലാത്ത സ്ഥലത്ത് കല്ല് വെട്ടി ഗുഹകൾ പോലെ ആക്കി താമസിക്കുന്ന മുനിയറകളാണ്. അപ്പൊ അങ്ങനെ ഈ നേരത്തെ നിങ്ങളിപ്പോ മാമാക്കം എന്നുള്ള സിനിമ കണ്ടിട്ട് പറഞ്ഞ പോലെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ അറിഞ്ഞും അറിയാതെയും ചിലത് അറിഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, ചിലത് അറിയാതെ ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ അറിയാത്ത കഥകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കയറി കയറി വരുന്നു. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണെന്ന് മാമാങ്കം എന്ന് പറഞ്ഞാൽ മഹാമാഘം എന്ന് പറയുന്നത് ലോപിച്ചിട്ടുണ്ടായതാണ്. ഇത് മാഘമാസമാണ്. ഈ കാലാവസ്ഥയും എല്ലാം കൂടി ബന്ധപ്പെട്ടിട്ടാണ്. വലിയ ചൂടുള്ള കാലമല്ല, മഴയുള്ള കാലമല്ല, ഇങ്ങനെ ഒരു കൂടിച്ചേരലിന്റെ കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സമയമാണ്. വസന്തം തുടങ്ങുകയാണ്. വസന്തകാലം തുടങ്ങുകയാണ്. വസന്ത പഞ്ചമി എന്ന് പറയും. അതായത് 1 തൊട്ട് 5 വസന്ത പഞ്ചമി, 1 തൊട്ടാണ് വസന്തം. വസന്തം നമ്മളിൽ എല്ലാവരും ഈ പ്രകൃതിയിലൊക്കെ പുതിയ സൃഷ്ടി തുടങ്ങുന്ന സമയമാണ്, ഓർന്നിരിക്കുന്ന സമയമാണ്. ആ സമയത്തെ കണക്കാക്കിയിട്ടാണ് ഈ സമയത്ത് നിശ്ചയിക്കുന്നത്. ആ സമയത്ത് രാവിലെ എനിക്ക് പഠിക്കാൻ സൗകര്യമാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പഠിക്കാൻ, ഉച്ചയ്ക്ക് നന്നായിട്ട് വേറെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എത്ര കാര്യം ക്ലാസ് കഴിക്കും. അത് രാവിലെ ഉണർന്നുണ്ടെങ്കിൽ ഒന്ന് കുളിച്ചൊക്കെ ചെയ്ത് ക്ലാസ്സിൽ വന്നിരുന്നാൽ കുറച്ച് നേരമൊക്കെ നമുക്ക് കുടിച്ചിരിക്കാം അല്ലേ. അപ്പൊ അതുപോലെ ഒരു വസന്ത ഋതുവിന്റെ തുടക്കത്തിലൊക്കെ ശരീരമൊക്കെ ഉണർന്നിരിക്കാൻ അങ്ങനെയുള്ളൊരു കാലം എല്ലാ ആളുകളും ചേർന്ന് ഈ ഭൂമിയെ മാറ്റം ചെയ്യും. സാമൂഹിക ജീവിതത്തെ ധാർമ്മികമായി എന്തൊക്കെ ചെയ്യും. ഇപ്പൊ സന്യാസിമാരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ വയലാറിന്റെ കവിതയിൽ ആരണ്യാന്തര സൈന്ധവോദാര ശ്യാമ പൂർണ്ണമാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോൽക്കുന്ന സർഗക്രിയാസാരം തേടിയതെന്ന് അവരിലെ ചൈതന്യങ്ങൾ ദർശനം. അതായത് നാട്ടില് സന്യാസിമാർ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ പ്രപഞ്ചം പരിണമിക്കുന്നു, ഈ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ സൃഷ്ടികൾ അതിന്റെ ഉള്ളിലെല്ലാം പരിണമിക്കുന്നതിന് അത് സർഗപ്രകൃതി സർഗപ്രകൃതിയാണ്. അതിന്റെ രഹസ്യം എന്താണെന്ന് ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. ഓരോ കാര്യവും എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവാതിരിക്കും പലതും നമുക്കറിയില്ല. ദുര്യോധന മഹാഭാരതത്തിൽ കൃഷ്ണനോട് ചോദിക്കുന്നത് കൃഷ്ണ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ എനിക്കറിയാം, എന്തൊക്കെയാ ചെയ്യേണ്ടതൊക്കെ എനിക്കറിയാം, അതൊന്നും ചെയ്യാൻ വേണം, എന്തൊക്കെയാ ചെയ്യാൻ പാടില്ലാത്തതെന്നും എനിക്കറിയാം, ഒന്നും എന്നെ കൊണ്ട് ചെയ്യാതിരിക്കാൻ. അപ്പൊ ആള് ചോദിക്കുന്നത് അതൊക്കെ ഞാൻ പ്രയുക്തോയം പാപം എന്തിനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് ഈ ലോകത്തെ ആളുകൾ തെറ്റുകൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ പുറകിലുള്ള കാരണം എന്നന്വേഷിക്കും. അപ്പൊ ആ കാരണം ഇവിടുത്തെ ഋഷിമാർ അന്വേഷിച്ചത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഋഷിയാണ് ശാസ്ത്രാന്വേഷണം. അപ്പൊ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടത്തി അതിനെ ഭംഗിയാക്കാൻ ഉള്ള ആചരണങ്ങൾ നടത്തി അതിന് വേണ്ട തീരുമാനങ്ങൾ അടുത്തൊരു വർഷത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളിലേക്ക് തീരുമാനങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് അറിയാനുള്ള ധാർമ്മികമായിട്ടുള്ള സംഗമമായിരുന്നു ഈ മാഘ മേള അല്ലെങ്കിൽ മാഘ അത്രയും നല്ല കൂടുചേരുന്നു. സ്വാഭാവികമായിട്ടുള്ള വാണിജ്യം ശുചിത്വത്തിന് എക്സിബിഷൻ ഉണ്ടാവണമല്ലോ. എന്തെങ്കിലുമൊക്കെ യുദ്ധങ്ങളൊക്കെ രാജാക്കന്മാരൊക്കെ വരുന്നുണ്ട്, യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും. കുംഭമേളകളിൽ ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ അന്ന് 3 രൂപ കൊടുക്കാൻ നികുതി വെച്ചു. അന്നത്തെ അല്ല, 1000 കൊല്ലം മുമ്പത്തേക്ക് 3 രൂപ കൊടുക്കുക. സന്യാസിമാരുമായിട്ട് നികുതി കൊടുക്കില്ല എന്നുകൊണ്ട് സന്യാസിമാരുമായിട്ട് വലിയ യുദ്ധമായി. അവിടെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സന്യാസിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. യുദ്ധമല്ല കുംഭമേള, യുദ്ധമല്ല മാഘമേള. മാമാങ്കം എന്ന് പറയുന്ന വാക്ക് വരുന്നത് മഹാമാഘം അല്ലെങ്കിൽ മഹാമാസം എന്നുള്ളത് ലോപിച്ച് വരുന്നതാണ്. അന്ന് ലോകത്ത് മലയാളികൾ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു, ഏറ്റവും വലിയ പൂജയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ പഴയ മലയാളത്തിൽ അറിയില്ല വലിയ പരിപാടി നടക്കുമ്പോൾ ഇതൊരു മഹാമഹായുദ്ധം നടക്കുന്നു. കാരണം ആളുകൾ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരിപാടി ഇതാണ്. അപ്പൊ അതിനെ താരതമ്യപ്പെടുത്തി പാടില്ല. ഏതാണ്ട് ഇതൊക്കെ നിങ്ങളുടെ യുക്തിക്ക് ബോധ്യപ്പെടുന്നു.
നിങ്ങളിവിടെ വന്നത് ഇങ്ങനൊരു കാര്യം നടക്കുന്നു എന്നുള്ളത്. നമ്മളിവിടെ ചെയ്തത് ഒരു ശാസ്ത്ര വിചാരം, ഒരു കാര്യം എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ചരിത്രം. അപ്പൊ അതിങ്ങനെ ഒരു കാര്യം നടക്കുന്നതുകൊണ്ടാണ് സംഭവിച്ചത്. പറഞ്ഞ ആദ്യം വരുമ്പോണ്ടായിരുന്ന ഇത്ര അല്ലല്ലോ. പഴയ പദ്ധതിയിൽ കേൾക്കുക എന്നുള്ള സാധനമൊക്കെയായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന ആചാര ശിഷ്യവും ആചാരം തമ്മിലുള്ള സംവാദം. ഞാൻ നിങ്ങൾ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രസംഗിച്ചു പോകണം. ഞങ്ങളെ നിങ്ങളോട് കുറെ ചോദിച്ചു, നിങ്ങളെ കൊണ്ട് കുറെ ചോദിച്ചു ചോദിപ്പിക്കാം. ഇത് കേട്ടാൽ മതി എന്നല്ലേ ക്ലാസ്? എങ്ങനെയല്ല ഇവിടെ ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തില് ചരകന്റെ ഗുരുവിന്റെ അടുത്ത് ചോദിക്കുന്നതൊക്കെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ചികിത്സിച്ചാലും അത് കുറെ പേര് മരിക്കുന്നുണ്ട്, ചികിത്സിച്ചില്ലെങ്കിൽ കുറെ പേര്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരെ നമ്മൾ ചോദിക്കും. ഞങ്ങള് ഭക്ഷണം കഴിച്ചു. അപ്പൊ ഞങ്ങളിപ്പോ തട്ടെടുക്കലാണല്ലോ. അപ്പൊ അതില് നിങ്ങൾ പ്രശ്നം ഇത് മാത്രമല്ല, അല്ല, ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക് മാത്രം. അപ്പൊ അവരെ വിശ്വസിക്കണോണ്ടല്ല, ഞങ്ങളെല്ലാം മൊത്തം റെസ്പെക്ട് കൊടുക്കട്ടെ. അപ്പൊ എന്താണ് എല്ലാം നമ്മൾ പഠിക്കണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. പലതരക്കും ഭക്ഷണം കഴിച്ചപ്പോൾ അവർക്ക് ചോദിച്ചായിരുന്നു നിങ്ങളെ മുസ്ലിം അല്ലേ പേരാണ്. അപ്പൊ അതിലെന്തെങ്കിലും അല്ല, ഒന്ന് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഞങ്ങളുടെ ഗതി ഉജ്ജയിനിയിൽ ഞങ്ങൾ ഇരിക്കുന്ന ഒരു ഗതി പീർ മഹമ്മദ് എന്നാണ്. പീർ ഗതിയാണ്. അവിടുത്തെ മുസ്ലിം സമൂഹം ഞങ്ങളെ പീർ കൂടിയാണ്. മുസ്ലിങ്ങളുടെ കൂടി ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് മുസ്ലിങ്ങളുടെ രാവിലെ മുസ്ലിം വിഭാഗത്തിൽ ചെയ്യണമെന്ന് അറിയാലോ. ഉജ്ജയിനി ഹരിദ്വാറിലെ കുംഭമേളയ്ക്ക് സ്നാനം ചെയ്ത് പോകുക എന്ന് പറയുന്നത് അതിന് അകമ്പടിയല്ല, മുമ്പിൽ പോകുക അവിടുത്തെ മുസ്ലിം ആളുകളുടെ വാദ്യഘോഷങ്ങളാണ്. പണ്ട് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള വാദ്യങ്ങളായിരുന്നു. അത് ബാൻഡ് സെറ്റ് അവിടെ ഉത്തരാഖണ്ഡിലെ മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ അമർനാഥ് തീർത്ഥാടനം എന്ന് പറഞ്ഞൊരു ഹിമാലയത്തിൽ വലിയ തീർത്ഥാടനം, അത് മുഴുവൻ അതിന്റെ സേവ മുഴുവൻ ചെയ്യും. താമസം, യാത്ര, സേവ മുഴുവൻ ചെയ്യുന്നത് മുസ്ലിം വിഭാഗം കാശ്മീർ. അതായത് ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ധർമ്മമല്ല, മതമല്ല, ധർമ്മമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കാളി നിങ്ങളുടെ ഉള്ളിൽ ഭക്ഷണത്തെ ധരിക്കുന്ന അഗ്നിയെയാണ് ആചാര്യന്മാരെ കാണുന്നത്. അപ്പൊ അതിന്റെ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷരം നിങ്ങൾ ശ്വസിക്കുമ്പോൾ ശ്വസിക്കുമല്ലോ, ഈ ശ്വസിച്ചു കഴിയുമ്പോൾ ഈ ശ്വാസം ഓരോ നാടുകളിലേക്കൂടെ സഞ്ചരിച്ച് ഓരോ സ്ഥലത്ത് നിന്ന് തട്ടിയിട്ടാണ് ചിലത് വയറിലെത്തുന്നത്, ഹൃദയത്തിൽ ചെന്നിട്ട് അങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ അവയവത്തിൽ തട്ടി ഒരു പ്രത്യേക തരത്തിൽ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഈ അക്ഷരം. നമ്മളൊരു ശ്വാസം എടുക്കുന്ന ഒരു അക്ഷരം പറഞ്ഞാൽ ഒരു ശ്വാസം പുറത്തു വരും. ആ ശ്വാസമായിട്ടാണ് അക്ഷരം. അപ്പോൾ ഈ കാളിയുടെ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഈ അഗ്നിയെ ആ അഗ്നിസ്ഥാനത്തേക്ക് കൂടുതൽ വായു എത്തിക്കുന്ന രീതിയിലുള്ള അക്ഷരങ്ങൾ ചേർത്ത്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആ കാളി മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ അഗ്നി വന്നു. അങ്ങനെ ഇവിടെയുള്ള ഓരോ ദേവതകളും ഈ രീതി. അതില് നാരായണൻ സ്വാമിജി ആണെങ്കിലൊക്കെ പണ്ഡിതനുണ്ടോ, സ്വാമിജി പറഞ്ഞു കേട്ടിട്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഇത് ശാസ്ത്ര വിചാരമാണ്. നമ്മളൊക്കെ ബാക്കി ക്ലാസ് സന്യാസിമാരാണ്, ക്ലാസ് സന്യാസിമാരാണ്, ഈ പണിയൊക്കെ എടുക്കുന്ന ആളുകളാണ്. ഇപ്പൊ നാരായണം എന്ന് ഇവിടുത്തെ ദേവതയെ പറയും. നാരായണം എന്ന് പറഞ്ഞാൽ നാരത്തിൽ അയനം ചെയ്യും. വെള്ളത്തിൽ ഇരിക്കുന്നത് എന്തോ അതാണ്, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്തോ അതാണ് നാരായണം. വെള്ളത്തിൽ സഞ്ചരിക്കുന്നത് വെള്ളത്തിൽ സ്ഥിതി നാരായണം എന്നുള്ള വാക്ക് നാരത്തിൽ അയനം ചെയ്യുന്നത്. ഇതിന്റെ ഓരോ വാക്കും സംസ്കൃതവുമായി ബന്ധപ്പെട്ട് ഓരോ വാക്കും ഒക്കെയാണ്.
മഹിഷത്വം എന്താ അർത്ഥം മനസ്സിലാക്കി? പോത്ത് അല്ലെ? എന്താണ് പ്രത്യേക? അപ്പൊ മഹ് എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്നാണ് മഹിഷം എന്ന് പറയുന്നത്. മഹ് എന്ന് പറയുന്ന ധാതുവിന്റെ അർത്ഥം ഇച്ഛ എന്നാണ്, ആഗ്രഹം. ആഗ്രഹത്തിന്റെ സ്വഭാവം എന്താണ്? പോത്തിനെ പോലെ ഏത് ചെടി കണ്ടാലും കേൾക്കും, അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ കഴിയും. അപ്പൊ ഈ പോത്ത് ആധുനികമായ മനുഷ്യാസുരനാണ്. ഇച്ഛകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ആധുനികമായ തെറ്റായ കാര്യങ്ങൾ അത് മനുഷ്യാസുരനാണ്. അത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പട്ടമനുഷ്യ. ഇങ്ങനെയാണ് ഓരോ കാര്യം. നാരായണൻ നാരത്തിൽ അയനം ചെയ്യുന്നതാണ്, വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. വെള്ളത്തിൽ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? പ്രാണൻ, ജീവൻ ഉള്ളത് വെള്ളത്തിൽ. നാരായണന്റെ സ്വരൂപം പറയുമ്പോൾ കയ്യിൽ ശംഖുണ്ട്, ചക്രമുണ്ട്, താമരയുണ്ട്, കണ്ടോ? ഗതയുണ്ട്. അപ്പൊ അതൊക്കെ പറയുമ്പോൾ വിഷ്ണു എവിടെയാണ് കിടക്കുന്നത്? ജലത്തിൽ എന്ന് പറയും. ജലത്തിലാണ് അനന്തന്റെ മുകളിലാണ്. അതായത് അനന്തൻ എന്ന് പറഞ്ഞാൽ സർപ്പാണ്. സർപ്പത്തിനെ പറയുമ്പോൾ ഇത് തുടക്കം കണ്ടുപിടിക്കുക, അവസാനം കണ്ടുപിടിക്കുക. എന്താണ് കയ്യിലുള്ളത്? ഒന്ന് താമര. താമരയുടെ എല്ലാ നാടികളും സ്ഥിതി ചെയ്യുന്നത്. ചക്രം നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കുന്നത്, കൈകൊണ്ട് കാലിയൊക്കെ കർമ്മം ചെയ്യിപ്പിക്കുന്നതിന്റെ വാക്കാണ് ചക്രം. ശംഖ് കണ്ണ് കാത് ചേർത്തുകൊണ്ട് നമ്മളെ ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്. അതാണ് ഗത, വാക്കാണ്. ആ ശബ്ദത്തിന്റെ അർത്ഥം വാക്ക് എന്നാണ്. വാക്കിനെ ഉണ്ടാക്കുന്നതാണ്, കർമ്മേന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതാണ്, എല്ലാ നാടുകളിലും സഞ്ചരിക്കുന്നതാണ്. ഇത് എവിടെ നിന്ന് തോന്നുന്നു, എവിടെ അവസാനിക്കുന്നു ഇവിടെ പറഞ്ഞു കഴിയാൻ പറ്റില്ല. വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണ്, ജലത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നാരായണൻ. നാരായണൻ നിങ്ങളുടെ ഇല്ലേ? എല്ലാവരും അതിന് ഹിന്ദു ഇല്ല, ക്രിസ്ത്യാനിയില്ല, മുസ്ലിം ഇല്ല, ആരും എല്ലാവരും. ഈ പ്രാണശക്തിയെ ശുദ്ധീകരിക്കുന്നതാണ് നാരായണനുമായി ബന്ധപ്പെട്ട മന്ത്രം. നമ്മുടെ ശ്വാസം ഭംഗിയാക്കുന്നതാണ്. അപ്പൊ ഏത് ഈ മന്ത്രങ്ങൾ ആവർത്തിച്ച് ജപിച്ചാൽ ഒരു വിശ്വാസമല്ല, ഇതൊരു പ്രാക്ടീസാണ്, ഒരു സാധന എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ സാധന ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസം ശുദ്ധമാകും, നമ്മുടെ ശ്വാസം പോകുന്ന വഴികൾ ബലമുണ്ടാകും, നമുക്ക് ആരോഗ്യമുണ്ടാകും, മനസ്സിന് ആരോഗ്യമുണ്ടാകും. ഇത് ആ ഈ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ഇതൊക്കെ ഏതിനു വേണ്ടിയിട്ടാണോ അതിനെ കൂടുതൽ ഉപയോഗിക്കുന്നതായി. പഴയ കാലത്ത് ഈ അഗ്നിയിലിരുന്ന് കൊല്ല ജോലികളൊക്കെ ചെയ്യുന്നു. അവര് ചെറുപയറിന്റെ കറികളൊക്കെയാണ് സാധാരണ കഴിക്കും. ഈ നമ്മുടെ നെയ്യ് ചേർന്ന പലഹാരം ഉണ്ടായിരുന്നു അധികം കഴിക്കും. ഇന്നത്തെ കാലത്ത് നെയ്യ് ചേർന്ന ഭക്ഷണമൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് അടുത്തും ആ ചൂട് വരാൻ തുടങ്ങി. ചൂടിനെടുത്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ദേവതാ പൂജകളിലൊക്കെ ഉണ്ടാവുക ചെറുപയർ അങ്ങനെ കാര്യങ്ങൾക്ക് നെയ്യുണ്ടാകും. ഈ കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ ചെയ്യും. ഇതൊക്കെ ഈ ശക്തിയെ നമ്മുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന എനർജിയെ കൂടുതൽ നന്നാക്കാനും ശുദ്ധാക്കാനും വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാത്തവർക്ക് അങ്ങനെ യുക്തിഭദ്രമായിട്ടല്ലാതെ ഒന്നുമില്ല. അപ്പൊ അത് ആ സാധന എന്ന് പറയുന്നത് ജാതിഭേദവുമില്ല, മതഭേദവുമില്ല, ലിംഗഭേദവുമില്ല, എല്ലാവരും ശ്രാദ്ധം ചെയ്യും. ശ്രാദ്ധം ചെയ്യുമ്പോൾ നമ്മൾ അവസാനം ഈ ബലിയെടുക്കുന്ന സമയത്ത് അവസാനത്തിൽ പ്രാർത്ഥനയുണ്ട്. വലിയ രീതിയിലുള്ള ശ്രാദ്ധം ചെയ്യും. അതീത കുല കോണീന സപ്തം ദീപ നിവാസിന പ്രാണിനാ ഉപഗന്ധം അക്ഷയം ഉപദിഷ്ടം. 7 ദ്വീപുകളായിട്ടാണ് ഈ ഭൂമി മുഴുവനാണ് പഴയ കാലത്ത്. 7 ദ്വീപുകളിലുള്ള കോടിക്കണക്കിനുള്ള കുലങ്ങളിലുള്ള സമസ്ത പ്രാണികൾക്കും ഞാൻ ഈ ഉപഗം സമർപ്പിക്കും. അതെല്ലാം അക്ഷയമായി കരുതിക്കും. അവർക്ക് വെള്ളം കൊടുക്കും, അക്ഷയമായി നിലനിൽക്കും. കാരണം അതിന്റെ അക്ഷയമായ നിലനിൽപ്പിലാണ് എന്തെങ്കിലും അക്ഷയമായി എനിക്ക് മാത്രമായിട്ട് നിലനിൽക്കും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രാണികളും സുഖമായി ഇരുന്നാലേ എനിക്ക് ആ സങ്കല്പത്തിലാണ് ഭാരതീയമായിട്ടുള്ള
കർമ്മശാസ്ത്രങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ആചാരക്രമത്തിലാണ്. അതിൽ മതമില്ല, ജാതിയില്ല, ലിംഗഭേദം. ഇങ്ങനെ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആള്, നയിക്കുന്ന ആള്, സൃഷ്ടിക്കാൻ ശേഷിയുള്ള ആള്. അതുകൊണ്ട് നമ്മൾ പൊതുവിൽ എല്ലാവരും ഏറ്റവും ആദ്യം പൂജിക്കുന്നത് മാതൃസങ്കല്പത്തിലാണ് നമ്മൾ ഏറ്റവും പൂജിക്കുന്നത്. അമ്മയുടെ കൃപയുണ്ടെങ്കിൽ എല്ലാം അത് മോശപ്പെട്ട മകനുണ്ടായിരിക്കാം, മോശപ്പെട്ട അമ്മയുണ്ടായിരിക്കാം. മാത അമ്മയുടെ ശക്തിയാണ് നമ്മളെ സ്ത്രീയെ നമസ്കരിച്ചിട്ടാണ് ഭാരതത്തിൽ എല്ലാം. ഇപ്പൊ പ്രകൃതി ആയിക്കോട്ടെ, നദി ആയിക്കോട്ടെ, ശക്തിയുള്ള എന്തിനേയും സ്ത്രീയെ അമ്മ എന്നാണ് പറയുന്നത്. സ്ത്രീലിംഗത്തിലാണ് പറയുന്നത്. ആകെ ഒരു നദിയെ കൂട്ടാൻ രൂപയാണ്. കൊല്ലം മുമ്പാണ് പല ശ്രമങ്ങൾ നടന്നിരുന്നു. തുടർച്ചയായിട്ട് 2016 മുതൽ ഇപ്പൊ നടന്നു കഴിഞ്ഞു. 270 കൊല്ലം മുമ്പ് കുംഭമേളയല്ല, കുംഭമേളകൾ പോലെ മാഘമേളയാണ്. കുംഭമേളകൾ പോലെ നോർത്ത് ഇന്ത്യയിലെ കുംഭമേള അടുത്തിപ്പോ ഇപ്പോഴത്തെ ഒരു പരിചയം കുംഭമേളയായിരുന്നത്. പഴയ കാലത്താണെങ്കിൽ ഒരാൾ ഇവിടെ വന്നിട്ട് പറയാണ് ഞാൻ പ്രയാഗിൽ കുംഭമേളയ്ക്ക് പോകുന്നു. എന്താ കുംഭമേള? അവിടുത്തെ മാഘമേള എന്ന് പറയും. കാരണം ആളുകളുടെ പരിചയം ഇവിടുത്തെ മാഘമേളയാണ്. ഇന്ന് ആളുകൾക്ക് പരിചയം ഒരു വാക്ക് വിശദീകരിക്കാൻ വേണ്ടി പറയുന്നുള്ളതാണ്. 270 കൊല്ലം മുമ്പാണ് അവസാനം ബ്രിട്ടീഷുകാരെ നിർത്തുന്നത്. ആ സമയം ഏതെങ്കിലും സംശയമുണ്ടോ? സംശയങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവണം, ചോദ്യം ചോദിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വേണം? ഇന്നത്തെ യുക്തിക്ക് ചോദിക്കുന്നതിനനുസരിച്ച് ചോദിക്കും.